നിങ്ങൾ നീറ്റ് പരീക്ഷ ലീക്കായപ്പോൾ പെട്ടെന്ന് സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു സ്പോണ്ടേനിയസ് സമരമാണെന്ന് പറയാം. രണ്ടാം പരീക്ഷ ഞാൻ എഴുതില്ല. ചെറുപ്പക്കാർക്ക് അങ്ങനെ പറയാമല്ലോ. ഞാനൊക്കെ ഈ ബോൺ നിഷേധികളാണ് പണ്ട് മുതലേ. ജെൻസി കാലവും ഇപ്പോൾ ഈ വാർദ്ധക്യത്തിൽ പോലും ഞാനൊരു നിഷേധിയാണ്. അപ്പോൾ എനിക്കിത് നന്നായിട്ട് മനസ്സിലാവും. വീണ്ടും പരീക്ഷ എനിക്ക് സൗകര്യമില്ല. ആദ്യത്തെ പരീക്ഷ എന്നാൽ പിന്നെ എനിക്ക് 100 മാർക്ക് വെച്ച് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കച്ചറയാണ്. അതും ഉണ്ടായില്ല. അതിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ബഹളം നടക്കണ്ടേ. പണ്ട് എഴുതിയ പരീക്ഷ ഞാൻ ജയിക്കുമായിരുന്നു, ഇപ്പോൾ ഞാൻ തോറ്റില്ലേ എന്നൊക്കെ ചോദിച്ച് അതും ഉണ്ടായില്ല. കൗൺസിലിങ്ങൊക്കെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് നീറ്റിനായിരുന്നില്ല ഇത്. ഈ അഭിജിത് ദീപ് അമേരിക്കയിൽ നിന്ന് വന്നത് എന്തിനാണ്? പാറ്റ പാർട്ടി അവരുടെ ആവശ്യം എന്താ? ചീഫ് ജസ്റ്റിസിനെ കുഴപ്പത്തിലാക്കാനാണ് അവർ വന്നത്. അവരുടെ ഫസ്റ്റ് ഡിമാൻഡ് അന്ന് CJP എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ അവരിട്ട ഫസ്റ്റ് അവരുടെ തീരുമാനം, പാർട്ടി അധികാരത്തിൽ വന്നാൽ എടുക്കുന്ന ഫസ്റ്റ് തീരുമാനമായിട്ട് അവർ പറഞ്ഞത് റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക് ഒരു പോസ്റ്റും കൊടുക്കില്ല. ദിസ് വാസ് നമ്പർ 1. പിന്നെ അംബേദ്കറിൻ്റെ ഭരണഘടന തേങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞ് കുറച്ച് നീറ്റില്ല എന്ന്. ഇയാളിവിടെ വരുന്നതിനിടയ്ക്കാണ് ഈ നീറ്റ് തുടങ്ങുന്നത്. അപ്പം നീറ്റിൽ കയറി പിടിച്ചതാണ്. അല്ലാതെ നീറ്റിന് വേണ്ടിയിട്ട് ഉള്ള സമരമായിരുന്നില്ല അത് തുടക്കത്തിൽ. പിന്നീട് അത് നീറ്റായിട്ട് മാറി. ഏതായാലും ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഈ കുഴപ്പത്തിൽ ചാടി. സ്വന്തക്കാർ പോലും താങ്ങാനുണ്ടായുമില്ല. വലിയ പബ്ലിക് സപ്പോർട്ട് ധർമ്മേന്ദ്ര പ്രധാന് റൈറ്റ് വിങ്ങിൽ നിന്ന് കിട്ടാഞ്ഞതിൻ്റെ കാരണം മറ്റേ UGC സർക്കുലറാണ്. UGC സർക്കുലറിൽ എന്തിനാണ് ആ ഒരു വാശി കാണിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രകടമായ അന്യായമായിരുന്നു ആ സർക്കുലർ. അത് ഇവർ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു. സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. സുപ്രീം കോടതിയിൽ സർക്കാർ പറഞ്ഞു ഈ സർക്കുലർ പരിശോധിക്കാൻ ഞങ്ങൾ 2 റിട്ടയർഡ് ജഡ്ജിമാരുടെ കമ്മീഷൻ വയ്ക്കാമെന്നൊക്കെ പറഞ്ഞു. വാട്ട് എ തിങ്! ഒരു സർക്കുലർ പരിശോധിക്കാനായിട്ട് 2 റിട്ടയർഡ് ജഡ്ജിമാർ. അവിടെ ഈഗോയാണ് കളിച്ചത്, ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഈഗോ. സുപ്രീം കോടതി സ്റ്റേ ചെയ്താൽ പോലും അവിടെ ഞാൻ 4 കാലിൽ നിൽക്കാനായിട്ട് 2 റിട്ടയർഡ് ജഡ്ജിമാരുടെ അതൊന്നും പാടില്ലായിരുന്നു. അപ്പോൾ ഈ സ്വന്തക്കാരുടെ ഇടയിൽ നിന്ന് സപ്പോർട്ട് ഏകദേശം വട്ടപൂജ്യമായി ധർമ്മേന്ദ്ര പ്രധാൻ. ട്വിറ്റർ ടൈം ലൈൻ എടുത്ത് നോക്കുക. കേന്ദ്ര BJPയുടെ IT സെല്ലല്ലാതെ റൈറ്റ് വിങ്ങിന് സപ്പോർട്ടില്ല ധർമ്മേന്ദ്ര പ്രധാൻ. ചിലരൊക്കെ പരസ്യമായിട്ട് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. ബോംബെയിൽ രത്തൻ ശാരദ പഴയ സ്വയം സേവകനാണ്, ഡീസൻ്റായ മനുഷ്യൻ. അദ്ദേഹം ഓർഗനൈസറിൽ ലേഖനം എഴുതും, TV ഡിബേറ്റിൽ വരും, മറ്റ് പത്രങ്ങളിൽ ലേഖനമൊക്കെ എഴുതും. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞ് പരസ്യമായിട്ട് Xൽ പോസ്റ്റ് ചെയ്തു. ഞങ്ങളിത് നേരത്തെ പറഞ്ഞപ്പോൾ കേൾക്കാൻ ആരും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു. BJPയുടെ IT സെൽ 4 പാട് നിന്നും പല ഹാൻഡിലുകളിൽ നിന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ് എന്നെ ആക്രമിച്ചത് അവർക്കറിയില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഞാൻ ആവശ്യപ്പെട്ടു എന്നുള്ള കുറ്റത്തിന്. ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനമില്ല. ഇപ്പോൾ ആരെന്നറിയാത്ത കുറച്ച് പേർ ആവശ്യപ്പെട്ടു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. എന്തിനായിരുന്നു ഈ നാടകം? ഇത് ആ മനുഷ്യൻ്റെ പോസ്റ്റാണ്. ഐ നോ ഹിം പേഴ്സണലി, രത്തൻ ശാരദ. അപ്പോൾ ഇങ്ങനെ സ്വന്തക്കാരെ മുഴുവൻ വെറുപ്പിച്ച ഒരാളായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ മാറി. അതാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലേക്ക് ഫൈനലി പോയത്.